Good morning. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു 5 എണ്ണം പഠിച്ചു അല്ലെ. QCയുമായി ബന്ധപ്പെട്ട 5 ബോർഡുകൾ പഠിച്ചിരുന്നു. നെക്സ്റ്റ് മെത്തഡോളജി ഓഫ് അക്രഡിറ്റേഷൻ അല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അതെ. ഓക്കെ. ഓക്കെ, അപ്പൊ മെത്തഡോളജി ഓഫ് അക്രഡിറ്റേഷനില് നമ്മൾ ഇത് പ്രധാനമായിട്ടും അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട മെത്തേഡ്സ് അല്ലെങ്കിൽ രീതികൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് ഒരു അക്രഡിറ്റേഷൻ കടന്നു പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് ഓരോരോ സ്റ്റെപ്പുകൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ചുള്ള കുറച്ച് അസസ്മെന്റ് ടൈപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്, ഒരുപാട് പ്രയാസമുള്ള ഭാഗമൊന്നുമല്ല. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡാവിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. ഇത് ഓൾറെഡി നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഒരു നാവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനുശേഷം വരുന്ന അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതില് ഫസ്റ്റ് നമ്മുടെ മെത്തഡോളജി ഓഫ് അക്രഡിറ്റേഷനിൽ ആദ്യത്തെ ഭാഗം കൊടുത്തിരിക്കുന്നത് hospitals willing to be accredited by NAB must be committed to ensure implementation of NAB standards in their organization. ഒരു സ്ഥാപനത്തിൽ ഒരു ഓർഗനൈസേഷന് നാബിന്റെ സ്റ്റാൻഡേർഡ് നാബിന്റെ അക്രഡിറ്റേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ നാബ് പറഞ്ഞിരിക്കുന്ന അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ എല്ലാ മാനദണ്ഡങ്ങളും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നടപ്പിലാക്കാനായിട്ട് അവര് പ്രതിജ്ഞാബദ്ധരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഒരു അംഗീകാരം ഇപ്പൊ നാബിന്റെ ആയിക്കോട്ടെ JCയുടെ ഏതൊരു അക്രഡിറ്റേഷൻ ബോഡിയുടെയും അംഗീകാരം കിട്ടണമെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? അവരുടെ സ്റ്റാൻഡേർഡ്സ് അവിടെ നടപ്പിലാക്കണം അല്ലെ. ആ സ്റ്റാൻഡേർഡ്സ് നടപ്പിലാക്കിയാൽ മാത്രമല്ലേ അവർക്ക് ആ ഒരു അംഗീകാരം കിട്ടുള്ളൂ. ശരിയല്ലേ? ആ സ്റ്റാൻഡേർഡ്സ് നടപ്പിലാക്കാതെ അവർക്ക് അംഗീകാരം കിട്ടില്ല. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷന് നാബിന്റെ അംഗീകാരം വേണമെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്തിനു വില്ലിങ് ആയിരിക്കണം എന്നാ പറയുന്നത്? ആ നാബിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കാനായിട്ട് അല്ലെങ്കിൽ അതവിടെ നടപ്പിലാക്കാനായിട്ട് അവര് പ്രതിജ്ഞാബദ്ധരായിരിക്കണം അല്ലെങ്കിൽ വില്ലിങ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു കൃത്യമായ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് അവിടെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് നാബിന്റെ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർക്ക് ആ ഒരു അംഗീകാരം നൽകുകയുള്ളൂ. Then the assessment team look for the evidence of implementation of NAB standards in the organization. അപ്പൊ ഈ NAB വെറുതെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, അവർ വെറുതെ നമുക്ക് അങ്ങോട്ട് NABിന്റെ അംഗീകാരമൊന്നും തരാൻ പോകുന്നില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു? അവരുടെ അസസ്മെന്റ് ടീം ഇത് കൃത്യമായിട്ട് ഇവരുടെ സ്റ്റാൻഡേർഡ്സ് ഇവർ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു ടീം അംഗങ്ങൾ വരും. ആ അസസ്മെന്റ് ടീം പല രീതിയിൽ ഈ പറയുന്ന ഓർഗനൈസേഷനിലെ നാബിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് അവർ നടപ്പിലാക്കിയിട്ടുണ്ടോ, അതിനുള്ള തെളിവുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അവർ അസസ്മെന്റ് നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു അംഗീകാരം നൽകുന്നത്. The hospital during the time of assessment should be able to demonstrate to the NAB assessment team that all the requirements of the NAB standard as applicable are implemented and followed. അതായത് ഇതിൽ പറയുന്നത് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ വേണം. അവർ ആ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ആ ഒരു നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അവിടെ നടപ്പിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു ടീം അസസ്മെന്റിന് വേണ്ടി വരുമ്പോ ആ ടീമിന് കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം?
ആ ലാബിന്റെ അസസ്മെന്റ് ടീമിന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതായത് അതിന്റെ തെളിവുകൾ, അതായത് ഇതിലൂടെ നടപ്പിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അല്ലെ, അവർക്കത് പ്രൂഫ് ആയിട്ട് കൊടുക്കണം. ഇതിവിടെ ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്, ഇന്ന സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ നാബിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതവിടെ അവർക്ക് ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഈ ബാധകമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ പിന്തുടരുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആ ഹോസ്പിറ്റലുകാര് ഈ അസസ്മെന്റ് ടീമിന് മുന്നിൽ എന്ത് ചെയ്യണം, ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ മെത്തഡോളജി ഓഫ് അക്രഡിറ്റേഷനില് ഫസ്റ്റ് പാരഗ്രാഫില് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു ഹോസ്പിറ്റലിന് നാബിന്റെ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കണമെങ്കിൽ എന്ത് വേണം, ആ നാബ് പറഞ്ഞിരിക്കുന്ന അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കാൻ, ആ ഒരു ഓർഗനൈസേഷനിൽ നടപ്പിലാക്കാനായിട്ട് അവര് പ്രതിജ്ഞാബദ്ധരായിരിക്കണം അല്ലെങ്കിൽ വില്ലിംഗ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, അവിടെ അസസ്മെന്റ് ടീം ഇത് വിലയിരുത്താൻ വരുമ്പോ, എന്ത് വിലയിരുത്താൻ വരുമ്പോ, ഇവരിവിടെ കൃത്യമായിട്ട് ആ ഒരു ലാബിന്റെ സ്റ്റാൻഡേർഡ്സ് അവിടെ പാലിക്കുന്നുണ്ടോ, അത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ വിലയിരുത്താനായിട്ട് അസസ്മെന്റ് ടീം വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ, അതായത് ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള അതിനുള്ള തെളിവുകൾ അല്ലെങ്കിൽ എവിഡൻസുകൾ അവർക്ക് മുന്നിൽ ഈ ഹോസ്പിറ്റലുകാർ സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ സമർപ്പിക്കണം. മൂന്നാമത്തെ കാര്യം, ഹോസ്പിറ്റലാണ് നിർബന്ധമായിട്ടും ആ ഒരു ലാബിന്റെ സ്റ്റാൻഡേർഡ്സ് അവരവിടെ നടപ്പിലാക്കി, അതിന് ആ ഓരോ ഹോസ്പിറ്റൽസിന് ബാധകമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ പിന്തുടർന്ന് പോകുന്നുണ്ട് എന്നൊക്കെ ആ ഒരു അസസ്മെന്റ് ടീമിന് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സും ആ ഒരു അസസ്മെന്റ് ടീമിന് മുന്നിൽ ഹാജരാക്കേണ്ടത് അല്ലെങ്കിൽ നൽകേണ്ടത് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടത് ആ ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇത് പഠിച്ചതായിരിക്കും. Eligibility to apply for hospital accreditation, healthcare organization, that is HCO, that fulfill the following requirements. ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷന് അതിന്റെ യോഗ്യത അല്ലെങ്കിൽ എലിജിബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന താഴെ പറയുന്ന റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ, യോഗ്യത ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാനദണ്ഡങ്ങളാണ്. ഇതെല്ലാം നോക്കിയിട്ട് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ HCO കാറ്റഗറിയിലേക്ക് നമുക്ക് ആ ഒരു ലാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ലാബിന്റെ അംഗീകാരത്തിന് വേണ്ടി നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ്, അതിന് വേണ്ടിയുള്ള റിക്വയർമെന്റ്സ് ആണ് താഴെ പറയുന്നത് കേട്ടോ. ഓൾറെഡി നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചതല്ലേ, പഠിച്ചിട്ടില്ലേ? ക്വാളിറ്റി അഷുറൻസ് ലാബ് എന്ന് പറയുന്ന ചാപ്റ്ററില്. ഓക്കെ. Then, okay, first point ആണ്, currently in operation as a healthcare provider, it should be above 50 beds as hospitals. Below 50 beds will come under SHCO standards. അപ്പൊ ഇവിടെ ഒരു നാബ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നാബില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നും തിരിച്ചിട്ടുണ്ട്, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നും തിരിച്ചിട്ടുണ്ട് അല്ലെ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആകുമ്പോൾ എബോവ് 50 ബെഡ്സ് ആണ്, 50 ബെഡിൽ കൂടുതൽ വരുമ്പോ. അതിന് താഴെയാണെങ്കിൽ സ്മോൾ ഹെൽത്ത് കെയർ അപ്പൊ അതിന് വേറെ സ്റ്റാൻഡേർഡ് ആണ്. HCOക്ക് വേറെ സ്റ്റാൻഡേർഡ്, SHCOക്ക് വേറെ സ്റ്റാൻഡേർഡ്, രണ്ടായിട്ടാണ് നമ്മള് നാബ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു HCO എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അവരുടെ നിലവില് അവരുടെ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. ഒരിക്കലും ഇത് പുതിയതായിട്ട് വന്നല്ല, നിലവിൽ അവർ ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അതോടൊപ്പം തന്നെ 50 ബെഡിൽ കൂടുതലായിരിക്കണം ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ടത്. 50 ബെഡിൽ കുറവാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിലേക്ക് പോകും, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകും. അതിന്റെ മാനദണ്ഡങ്ങളായിരിക്കും അവർ ഫോളോ ചെയ്യേണ്ടി വരിക.
Clear ആണ് ഫസ്റ്റ് പോയിന്റ്. കറന്റ് ഇൻ ഓപ്പറേഷൻ ആസ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ. ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം. അതോടൊപ്പം തന്നെ 50 ബെഡിൽ കൂടുതലുമായിരിക്കണം. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കാര്യം, the hospital has the minimum volume of patients which will help in assessing the quality of care given to the patients, which is currently 30%. അതായത് hospital has minimum volume of patients. ഒരിക്കലും വളരെ കുറഞ്ഞ പേഷ്യൻസ് ഉണ്ടാവുന്ന ഒരു ഹോസ്പിറ്റൽ ആകും. ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ്, ഒരു മിനിമം എമൗണ്ട് ഓഫ് പേഷ്യൻസ് എപ്പോഴും ആ ഹോസ്പിറ്റലിൽ എന്താണ് വിസിറ്റ് ചെയ്യാനും അവരുടെ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. which help in assessing the quality of care given to the patients. അപ്പൊ ഈ ഒരു അസസ്മെന്റ് ടീമിന് അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം അവർക്ക് കൊടുക്കുന്ന പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കെയറുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ക്വാളിറ്റിക്ക് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതായത് 30% എങ്കിലും അവിടെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം നിലവില് അവിടെ ഉണ്ടായിരിക്കണം. ഒരു മിനിമം എമൗണ്ട് അല്ലെങ്കിൽ മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എപ്പോഴും ആ ഒരു ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് അതിൽ കൊടുക്കുന്ന ക്വാളിറ്റിയൊക്കെ നമുക്ക് പെട്ടെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. മൂന്നാമത്തത്, the organization that commit to comply with NAV standards are applicable legal, statutory or regulatory. അപ്പൊ ഇവിടെ ഏതൊരു ഓർഗനൈസേഷൻ ആണോ നാവിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാനായിട്ട് കമ്മിറ്റിയിൽ ബാധ്യസ്ഥരായിരിക്കുന്നത് അവർക്ക് എന്തുകൂടി ആപ്ലിക്കബിൾ ആണ് അല്ലെങ്കിൽ എന്തുകൂടി ബാധകമാണ്? നിയമപരമായിട്ടും നിയന്ത്രണപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലീഗൽ ആയിക്കോട്ടെ, നിയമപരമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ റെഗുലേറ്ററി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ലോസും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും റൂൾസ് ഒക്കെ ഇവർക്കും അതും ബാധകമാണ്. നാവിന്റെ സ്റ്റാൻഡേർഡ്സ് മാത്രം അവർ പാലിച്ചാൽ പോരാ, മറിച്ച് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും കാര്യങ്ങളും റൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവര് അതും കൂടി പാലിക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തേത് പറയുന്നത്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് been implemented NAV standards in the HCO for a minimum of 3 months. ഒരു 3 മാസം, മിനിമം ഒരു 3 മാസമെങ്കിലും നാവിന്റെ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന നിലയിൽ അവർക്ക് നാവിന്റെ അംഗീകാരം നേടണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ എലിജിബിലിറ്റീസ് അല്ലെങ്കിൽ യോഗ്യതകൾ ഉണ്ടെങ്കിലാണ് അവർക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ കാര്യം, അവർ നിലവില് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ തന്നെ 50 ബെഡിൽ കൂടുതലായിരിക്കണം അവരുടെ ബെഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 50 ബെഡിൽ കുറവാണെങ്കിൽ അത് SHCO എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകും. രണ്ടാമത്തെ കാര്യം, ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ അതിൽ മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് അല്ലെങ്കിൽ മിനിമം എമൗണ്ട് ഒരു 30% എങ്കിലും പേഷ്യൻസ് എപ്പോഴും അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ അതിലൂടെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു കെയറുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി മുതലായവയൊക്കെ ആ അസസ്മെന്റ് ടീമിനാണെങ്കിൽ പെട്ടെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു മിനിമം വോളിയം വേണമെന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഒരു ഓർഗനൈസേഷൻ നാവിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണെങ്കിൽ അവർക്ക് അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ നിയമപരമായിട്ടുള്ളതും നിയന്ത്രണങ്ങളും ഒക്കെ പാലിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ ഇവർക്ക് ബാധകമായിരിക്കും. അതും ഇവര് ഒരുപോലെ പാലിക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തെ കാര്യം, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നാവിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു മിനിമം ഒരു 3 മാസമെങ്കിലും അവര് നാവിന്റെ മാനദണ്ഡങ്ങൾ ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ ഇവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു നാവിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. 3 മാസം, മിനിമം 3 മാസമെങ്കിലും നാവിന്റെ ആ സ്റ്റാൻഡേർഡ്സ് അവർ നടപ്പിലാക്കണം. അതിനുശേഷം മാത്രമേ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വേഗം ഒന്ന് വായിച്ചു നോക്കി എത്രയും ഭാഗം ഓൾറെഡി നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചതാണ്. ഇത് ഭാഗം ചോദിക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.
ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. Okay. Next one ആണ്, these standards are to be used by the whole organization and not for a specific service within the organization. ഈ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഒരു ലാബിന്റെ മാനദണ്ഡങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ളതാണ്, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ളതാണ്, അല്ലെ? അല്ലാതെ ഒരു സ്പെസിഫിക് സർവീസിന്, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരൊറ്റ സർവീസിന് വേണ്ടിയിട്ടോ അത് മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ എല്ലാത്തിനും കൂടി ഒരുമിച്ച്, അതായത് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ വശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു ലാബിന്റെ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ സർവീസിന് വേണ്ടി മാത്രം ഈ മാനദണ്ഡങ്ങൾ പാലിക്കണം, അല്ലാത്തവയ്ക്ക് വേണ്ട, അങ്ങനെയൊന്നുമില്ല. Then the organization offers several services and the standards are equally applicable to all services within the healthcare organization. ഒരു ഓർഗനൈസേഷൻ ഒരുപാട് സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതില് ഈ പറയുന്ന നാബിന്റെ മാനദണ്ഡങ്ങൾ കിട്ടുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നാബിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്ന് പറയുമ്പോൾ അത് ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ സർവീസുകൾക്കും ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ബാധകമാണ്, ഈക്വലി ആപ്ലിക്കബിൾ ആണ്. ഏതൊരു സർവീസിനും ഇതേ സ്റ്റാൻഡേർഡ്സ് അവർ ഫോളോ ചെയ്യുന്നതായിട്ട് വരാം. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സർവീസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയക്ക് വേണ്ടി മാത്രമല്ല, മൊത്തത്തിലാണ് ഒരു ഓർഗനൈസേഷന് മൊത്തത്തില് അവർക്ക് എല്ലാ സേവനങ്ങൾക്കും ഈക്വലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളവയായിരിക്കും ഈ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ ദ ഹോസ്പിറ്റൽ ടു മേക്ക് എ ഡെഫിനിറ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ഒബ്റ്റൈനിങ് അക്രഡിറ്റേഷൻ ആൻഡ് നോമിനേറ്റ് എ പേഴ്സൺ ടു കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു സെക്കിംഗ് അക്രഡിറ്റേഷൻ. ഒരു ഹോസ്പിറ്റലിന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പദ്ധതി രൂപീകരിക്കുക എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഈ ഒരു അംഗീകാരം നേടിയെടുക്കാം, അതിനു വേണ്ടിയിട്ട് ഒരു ഡെഫിനിറ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ, പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ ഒരു പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ അവരൊരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? ഈ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അക്രഡിറ്റേഷൻ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സഹകരിച്ച് ഒരുമിച്ച് സഹകരണത്തോടു കൂടി അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യാം. ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട രണ്ട് കാര്യമാണ്. അക്രഡിറ്റേഷൻ അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇതുപോലെ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ പാലിക്കണം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെഫിനിറ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി ആസൂത്രണം ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, അതായത് നാബിന്റെ അംഗീകാരം നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ അതിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്യണം. Clear അല്ലേ? An official nominated by the hospital should be familiar with the latest standards of the hospital quality management system. അപ്പൊ ആരെയാണോ നമ്മൾ ആ ഒരു നോമിനേറ്റ് ചെയ്ത് അതിന്റെ ചുമതല ഏൽപ്പിക്കുന്നത്, ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അവർക്ക് വളരെ ഫെമിലിയർ ആയിരിക്കണം. എന്തില്? latest standards of the hospital quality management system. ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ മാനദണ്ഡങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പരിചയ സമ്പന്നരായിട്ടുള്ള ആളുകളെ തന്നെയായിരിക്കണം നമ്മൾ അതിലേക്ക് നോമിനേറ്റ്. കാരണം അതിനെ കുറിച്ച് പരിചയമില്ലാത്തവരെ കൊണ്ടുപോയി എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് കാര്യമില്ലല്ലോ. പരിചയമുള്ള നല്ല പരിചയ സമ്പന്നരായിട്ടുള്ള പുതിയതായിട്ട് ഏറ്റവും പുതിയതായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട് പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്താണെന്നും അതിനെ കുറിച്ചൊക്കെ നല്ലൊരു ധാരണയുള്ള അല്ലെങ്കിൽ ഒരു പരിചയമുള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ അത് ആ ഒരു ഒഫീഷ്യൽ നോമിനേറ്റ് ചെയ്യേണ്ട വ്യക്തി എന്ന് പറയുന്നത്. Then the hospital standards are freely available for downloading from the NAB website. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവര് പാലിക്കേണ്ട നാബിന്റെ മാനദണ്ഡങ്ങള് നമുക്ക് ഈ പറയുന്ന താഴെ പറയുന്ന നാബിന്റെ വെബ്സൈറ്റിലൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ആ ഹോസ്പിറ്റലുകാർക്ക് സാധിക്കും. അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ.
ഒരു ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ കിട്ടും എന്ന് പറയുമ്പോൾ അതൊരിക്കലും അവരുടെ ഒരു സർവീസിന് വേണ്ടി മാത്രമല്ല കിട്ടുന്നത്. മറിച്ച് എന്താണ്, ആ സ്ഥാപനം ഓഫർ ചെയ്യുന്ന എന്തൊക്കെ സർവീസുകളുണ്ടോ അതിനെല്ലാം ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഈക്വലി ബാധകമായിരിക്കും. അതുപോലെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഹോസ്പിറ്റലിൽ ലാബിന്റെ അംഗീകാരം കിട്ടണമെങ്കിൽ അവർ ആദ്യം അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം എന്നതിനെ കുറിച്ച് ഒരു പ്രവർത്തന പദ്ധതി ആസൂത്രണം ചെയ്യണം. അതിനുശേഷം അവരൊരു വ്യക്തിയെ ഇതിന്റെ ചുമതലകളെ ഏൽപ്പിക്കാം. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യണം. ആ നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള നോമിനേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വാളിറ്റി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി മാനേജ്മെന്റ് സംവിധാനങ്ങളിലെ ഏറ്റവും പുതിയ മാനദണ്ഡങ്ങളെ കുറിച്ച് പരിചയമുള്ള ഒരു ആളുകൂടി ആയിരിക്കണം ആ ഒരു നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ ഏതൊക്കെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ആണോ പാലിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാൻഡേർഡുകളും നാവിന്റെ വെബ്സൈറ്റുകളിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിന്റെ വെബ്സൈറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. Clear അല്ല? Then next okay, the hospital accreditation guidebook needs to be procured through the NAB website. For ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഗൈഡ് ബുക്കുകൾ ലഭ്യമാണ്. അത് നമുക്ക് നാബിന്റെ വെബ്സൈറ്റുകളിലൂടെ വാങ്ങാവുന്നതാണ്. One can purchase the guidebook on standards by making the payment at the website. ഈ താഴെ പറഞ്ഞിരിക്കുന്ന നാബിന്റെ വെബ്സൈറ്റുകളിൽ കയറി അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് നാബിന്റെ ഗൈഡ് ബുക്ക് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട ഗൈഡ് ബുക്കുകൾ പർച്ചേസ് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് നാബിന്റെ വെബ്സൈറ്റിലൂടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഗൈഡ് ബുക്കുകൾ ലഭ്യമാണ്. അത് വാങ്ങാവുന്നതാണ്. അതിന് നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ കയറുക, പേയ്മെന്റ് അടയ്ക്കുക, അതിനുശേഷം നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട ഗൈഡ് ബുക്ക് പർച്ചേസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇനി ഓരോന്നും നമ്മൾ നോക്കാണ് കേട്ടോ. ഹൗ ടു അപ്ലൈ, എങ്ങനെ നമുക്ക് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നാബിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് നമുക്ക് ഒരു അക്രഡിറ്റേഷൻ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നാബിന്റെ ഏത് പോർട്ടലിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. Once the standards are implemented in the hospital can apply for accreditation online from the website www.nab.com. അപ്പൊ നമുക്ക് ഒരു once സ്റ്റാൻഡേർഡ്സ് ആർ ഇംപ്ലിമെന്റ്, നമ്മൾ പറഞ്ഞു ഒരു മിനിമം 3 മാസമെങ്കിലും നാബിന്റെ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് നാബിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയും ആ ഒരു നാബിന്റെ മാനദണ്ഡങ്ങൾ അവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അവർക്ക് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ട് നാബിന്റെ വെബ്സൈറ്റുകളിലൂടെ ആപ്ലിക്കേഷൻസ് കൊടുക്കാം. അതിനുള്ള വെബ്സൈറ്റ് ആണ് www.nab.com എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റ് നോക്കി വെക്കണം കേട്ടോ, ചോദിക്കാറുണ്ട് ആ വെബ്സൈറ്റ് www.nab.com ആണ് കേട്ടോ. അപ്പൊ ആ ഒരു nab.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അതായത് സ്റ്റാൻഡേർഡ്സ് 3 മാസമെങ്കിലും ആ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള നടപ്പിലാക്കിയിട്ടുള്ള ഹോസ്പിറ്റലുകൾക്ക് ആ ഒരു നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. യൂസ് എ ന്യൂ ഇമെയിൽ ID ഫോർ രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷന് വേണ്ടി ഒരു പുതിയ ഇമെയിൽ ID ഉപയോഗിക്കുക. ഈ ഇമെയിൽ ID ഉപയോഗിച്ച് കഴിയുമ്പോൾ ചൂസ് ഹോസ്പിറ്റൽ ഫുൾ
accreditation as application type. ഈ ഒരു നാബിന്റെ ആ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ PSCക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ഒരു ഇമെയിൽ ID കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ ഫുൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ടൈപ്പ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മൂന്നാമത്തത് NAB shall activate the email ID and provide you the login and password. NAB എന്ത് ചെയ്യും? ആ ഇമെയിൽ ID ആക്ടിവേറ്റ് ചെയ്യുകയും നമുക്കൊരു ലോഗിൻ ഐഡിയും അതുപോലെ തന്നെ യൂസർ ഐഡിയും പാസ്വേഡും അല്ലെ ലോഗിൻ ഐഡിയും പാസ്വേഡും തരാറില്ലേ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ നമുക്ക് കയറണമെങ്കിൽ അവിടെ ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും വേണം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും നാമില് നമ്മളൊരു പുതിയ ഇമെയിൽ ID കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ആപ്ലിക്കേഷൻ ടൈപ്പ് എന്തായിട്ട് കൊടുക്കുന്നത്? ഫുൾ അക്രഡിറ്റേഷൻ, ഹോസ്പിറ്റൽ ഫുൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ടൈപ്പ് കൊടുക്കുന്നു. ആ നാം എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു ഇമെയിൽ ID ആക്ടിവേറ്റ് ചെയ്ത് അതിൽ സജീവമാക്കിയിട്ട് നമുക്ക് അവിടേക്ക് എൻറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ലോഗിനും അതുപോലെ പാസ്വേഡും തരുന്നു. ഇനി ഒരു abusing the above login and password, one can fill the application form. നമ്മൾ ആപ്ലിക്കേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് കിട്ടിയ ആ ഒരു ലോഗിൻ ഐഡിയും ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒന്നുകൂടി അതിലേക്ക് കയറി അതെന്ത് ചെയ്യുന്നു? അതൊക്കെ ഓപ്പൺ ആയി വരും. അതിനുശേഷം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? എന്താണ് ഇവിടെ ആകെ അശ്വതിയും സനിലിയും മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സില്? ബാക്കി എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണോ റിപ്ലൈ ചെയ്യാത്തത്? അത് ഓൺലൈൻ വെറുതെ ഓൺലൈൻ കയറിയത് മാത്രമാണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? ആകെ 2 പേര് മാത്രം, കൂടുതൽ കൂടിപ്പോയ 5 കൂടി 3 പേര്. ആ 3 പേരെയാണ് കൂടുതലും നമ്മൾ ഈ കാണുന്നത് മാത്രം. ബാക്കി എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലേ? ക്ലിയർ ആണെങ്കിൽ നമ്മളോടൊന്ന് റിപ്ലൈ ചെയ്യാം. അല്ലെ ടീച്ചേഴ്സിന് മനസ്സിലാവുള്ളൂ നിങ്ങൾ ക്ലിയർ ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ക്ലിയർ ആയി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം പിന്നെ ശ്രദ്ധിക്കണം, അടുത്ത ഭാഗത്തേക്ക് പോവാലോ. അപ്പൊ അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത് കേട്ടാ. ഓക്കെ, നിങ്ങളൊന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്കും നന്നായിട്ട് ഇതൊന്ന് പറഞ്ഞു തരാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോഴല്ലേ നമുക്കും ഒരു സന്തോഷം. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ശരി. ഇനി നമുക്ക് നെക്സ്റ്റ് അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് പഠിക്കുന്നത്. അപ്പൊ അതിന് ഒരു എന്താണ് ഒരു നമുക്കൊരു പിക്ചർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് മിസ് ലാസ്റ്റ് എടുക്കുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഏതൊക്കെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് മിസ് ഇത് ലാസ്റ്റ് നമുക്ക് ഓരോ പ്രോസസ്സും ആദ്യം പഠിക്കാം. അതിനുശേഷം ഈ ഒരു പിക്ചറിലേക്ക് വരാം കേട്ടോ. അതാണ് കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനും. അതുപോലെ തന്നെ ഇത് എന്താണെന്നല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. നമ്മൾ വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് തീരുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം കേട്ടോ. അപ്പൊ ആദ്യമേ തുടങ്ങി മിസ് ആ ഒരു പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ആദ്യം പറഞ്ഞു തരാം. അതിനുശേഷം പിന്നീട് നമുക്ക് അതിലേക്ക് പോകാം കേട്ടോ. ഈ ഭാഗം എടുത്തില്ലല്ലോ എന്ന് പറയരുത് കേട്ടോ. എടുക്കും, നമ്മൾ ലാസ്റ്റ് ആയിരിക്കും എടുക്കാം കേട്ടോ. ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു പ്രോസസ്സ് പറയാം കേട്ടോ. അപ്പൊ അതില് നാബിന്റെ അക്രഡിറ്റേഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഇത് ഓരോരോ സ്റ്റെപ്പുകളായിട്ടാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രിപ്പറേഷൻ ഓഫ് പോളിസീസ് ആൻഡ് മാനേജ്. ഇതൊരു കഥ പോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഒരിക്കലും ഇത് നമ്മുടെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. ഇതിന്റെ ഹെഡിങ്സും നിങ്ങളൊന്ന് എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. അല്ലാതെ ബൈഹാർട്ട് ചെയ്ത് ഒന്നും പഠിക്കണ്ട. എന്താണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ ഒരു അക്രഡിറ്റേഷൻ എടുക്കാൻ പോകുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അത് നമ്മൾ തന്നെ ഓരോന്നും ചെയ്യുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ പ്രിപ്പറേഷൻ ഓഫ് പോളിസീസ് ആൻഡ് മാനുവൽസ് ആണ്. അതായത് ദ ഹോസ്പിറ്റൽ ഷാൽ പ്രിപ്പയർ ദ quality manuals, policies and procedures and other manuals required as per the NAB standard. നാബിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് നാബിന്റെ മാനദണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള
ക്വാളിറ്റി മാനുവൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകാർ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഒരു ലാബിലേക്ക് അംഗീകാരത്തിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഹോസ്പിറ്റലിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അത് ഓൾറെഡി നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 മാസമെങ്കിലും ലാബിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. അത് ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൽ ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അതുകൂടാതെ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യമാണ് പോളിസികളും മാനുവലുകളും തയ്യാറാക്കുക. അതായത് ഇവിടെ പോളിസികളും മാനുവലുകളും എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന്റെ സേഫ്റ്റി, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുകൾ നടത്തുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് ഇൻഫെക്ഷൻ കൺട്രോള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഗുണനിലവാര മാനുവലുകള് ആ ഹോസ്പിറ്റൽ തയ്യാറാക്കണം. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റൽ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി പോളിസികളും തയ്യാറാക്കണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്, എങ്ങനെ നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എങ്ങനെ കൊണ്ടുവരാം, അതൊക്കെ ഓൾറെഡി ഒരു ഹോസ്പിറ്റല് ലാബിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തന്നെ തയ്യാറാക്കി വെക്കേണ്ടതാണ്. ക്ലിയർ ആണോ? എപ്പോഴും പേഷ്യൻസിന്റെ സേഫ്റ്റി, അവരെ സെന്റേർഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ പരിചരണം, അവർക്ക് കൊടുക്കുന്ന അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കണം കേട്ടോ കൂടുതലും കോൺസെപ്റ്റ്. അത് ലാബിന്റെ സ്റ്റാൻഡേർഡ്സിലൊക്കെ തന്നെയല്ലേ നമ്മൾ പറയുന്നേ, ക്വാളിറ്റി പേഷ്യൻസിന്റെ കെയർ ഓഫ് പേഷ്യൻസ്, അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇതൊക്കെ നമ്മുടെ ലാബിന്റെ മാനദണ്ഡങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി മാനുവലുകള്, പോളിസികള്, പ്രൊസീജിയേഴ്സ് എല്ലാം ലാബിന്റെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഒരു ഹോസ്പിറ്റൽ തയ്യാറാക്കി വെക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് പോളിസീസ് ആൻഡ് മാനുവൽ. ഇത് ഹോസ്പിറ്റൽ തയ്യാറാക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ഫോർ അക്രഡിറ്റേഷൻ. ഇനി അവർ എന്ത് ചെയ്യുന്നു? ആ ഹോസ്പിറ്റലുകാര് അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ഷാൽ അപ്ലൈ ടു ലാബ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പുതിയ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓൺലൈനിൽ കൊടുത്തു കാണുമല്ലോ, അല്ലെ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അവർ കുറെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും, ഇല്ലേ? എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം, ഓരോ കോളത്തിലും എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്, ഇല്ലേ? അവരൊരു ഇൻസ്ട്രക്ഷൻ തരും. അത് വായിച്ചു നോക്കിയിട്ടല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ലാബിന്റെ ഓൺലൈൻ പോർട്ടലിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലെ? www.lab.com എന്ന് പറയുന്ന ആ ഒരു ലാബിന്റെ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ പോർട്ടലില് കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഈ ലാബിന്റെ ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആ ഹോസ്പിറ്റലിന് ലാബിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ പോർട്ടലിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. Hospital should fill the application and provide the information details very carefully as they are relevant to determine the scope of service and to take the process further. എപ്പോഴും നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കും, അതൊരു ഹോസ്പിറ്റലിന്റെ കേസ് തന്നെയല്ല, നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്, അല്ലെ? അതിലെ കാര്യം, കാരണം നമുക്ക് ആദ്യമായിട്ട് അവരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന കാര്യം, അല്ലെ? നമ്മൾ അതിൽ ആദ്യം ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ആണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കുകയുള്ളൂ, ശരിയല്ലേ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പൊ ഒരു PSC ആയിക്കോട്ടെ, ഒരു ആപ്ലിക്കേഷൻ, അതല്ലേ ആദ്യം അവരിലേക്ക് എത്താം. അതിൽ കാണുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്, അല്ലെ? എപ്പോഴും ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ലാബിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട്. കാരണം എല്ലാ ഇൻഫർമേഷൻസും വളരെ ശ്രദ്ധയോടുകൂടി, എല്ലാം വളരെ ഇൻഫർമേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ അതിൽ കൊടുക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കാണുമ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് ഈ സർവീസുകളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, എന്തൊക്കെ സർവീസുകൾ അവിടെ ഉണ്ട്, അതിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം വായിക്കുമ്പോൾ തന്നെ ആ ഒരു ലാബിന്റെ എന്താണ് മാനേജ്മെന്റിന് മനസ്സിലാവണം. ആൻഡ് ടു ടേക്ക് ദ ഫർദർ പ്രോസസ് എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം
മറ്റ് അതായത് തുടർച്ചയായിട്ടുള്ള പ്രോസസ്സുകളിലേക്ക് കടത്തിവിടാനായിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതല്ല അവർ ആ ആപ്ലിക്കേഷൻ ഫോം വായിച്ച് ചെയ്യുമ്പോൾ ഇത് വലിയ സർവീസുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല, അവർക്ക് അത് അത്ര അവർക്ക് അത് കൺവിൻസിങ് അല്ലാന്ന് തോന്നിയാൽ അവർ ആ പ്രോസസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതോടുകൂടി അവർ എന്ത് ചെയ്യും, അവരത് ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോവില്ല. അതേസമയം നമ്മുടെ ശ്രദ്ധാപൂർവം എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്ത് ആ സർവീസുകളിലേക്ക് വ്യാപ്തിയൊക്കെ അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം അവർ അടുത്ത സ്റ്റേജിലേക്ക് കടത്തിവിടും. ക്ലിയർ ആണോ? രണ്ടാമത്തെ പറഞ്ഞത് ആപ്ലിക്കേഷൻ ഫോർ അക്രഡിറ്റേഷൻ, പ്രിപ്പറേഷൻ ഓഫ് മാനുവൽസ് ആൻഡ് പോളിസി പ്രൊസീജിയേഴ്സ് ഒന്നാമത്തെ കാര്യം. അത് ഹോസ്പിറ്റലുകാരാണ് തയ്യാറാക്കി വെക്കേണ്ടത്. രണ്ടാമത് ആ ഹോസ്പിറ്റല് നാവിന്റെ ഓൺലൈൻ പോർട്ടലിലൂടെ അവർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. എപ്പോഴും ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. കാരണം ആ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസിന്റെ ഡീറ്റെയിൽസിനനുസരിച്ചാണ് അവർക്ക് ആ ഒരു സർവീസുകളുടെ വ്യാപ്തി മനസ്സിലാവുന്നതും ആ ഒരു പ്രോസസ്സ് ഫർദർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആണോ? ആപ്ലിക്കേഷൻ ഫോർ അക്രഡിറ്റേഷൻ വരെയും. ഓക്കെ. തേർഡ് വൺ ആണ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്തുക എന്നാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഏത് സ്ഥാപനത്തിലാണെങ്കിലും എന്തിനു വേണ്ടി ആപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാലും അവരത് സൂക്ഷ്മ പരിശോധന നടത്തും അല്ലെ. ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ശരിയാണ്. അപ്പൊ ഇവര് ആപ്ലിക്കേഷൻ ഫോം അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നതിനനുസരിച്ച് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ PSC സബ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ഇപ്പൊ ഡിഗ്രിക്കോ PGക്കോ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോ എങ്ങനെയാ, നമ്മൾ അതിന്റെ കൂടെ 10th-ന്റെയും 12th-ന്റെയൊക്കെ ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ ഷീറ്റുകളൊക്കെ വെക്കാറില്ലേ, നമ്മുടെ മാർക്ക് ഷീറ്റുകളൊക്കെ വെച്ചിട്ടല്ലേ PDF ആക്കി അയച്ചിട്ടല്ലേ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നേ. അപ്പൊ അവരെന്ത് ചെയ്യും, ഒന്നുകൂടി അതൊക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിലുള്ള മാർക്കുകളും ഗ്രേഡുകളും നമുക്കുണ്ടോ എന്നൊക്കെ ഇവർ ഒന്നുകൂടി റെഫർ ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഇവരും എന്ത് ചെയ്യുന്നു, ആ ഒരു ആപ്ലിക്കേഷൻ സൂക്ഷ്മ പരിശോധന നടത്തും. Reference ID for the application is generated once the hospital pays the application fees from the make payment option of the online application form. ഇവിടെ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിയുമ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു റെഫറൻസ് ID നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അവര് മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മൾ ഒരു പേയ്മെന്റ് അടക്കേണ്ടതായിട്ട് വരുമല്ലോ. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു റെഫറൻസ് ID കിട്ടും. നമുക്ക് കിട്ടാറില്ല ഒരു ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ട് റെഫറൻസ് ID കിട്ടാതെ പിന്നീടുള്ള പ്രോസസ്സുകൾ എത്രത്തോളം ആയി നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാറില്ല. ഒരു റെഫറൻസ് ID കോമൺ ആയിട്ട് നമുക്ക് യൂണിക് ആയിട്ടുള്ള ഒരു ID കിട്ടും അല്ലെ. അപ്പൊ അത് ഇവിടെയും കിട്ടും. അത് നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പൊ മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു റെഫറൻസ് ID, ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു റെഫറൻസ് ID കിട്ടും. ഇനി now officers shall scrutinize the application form for its completeness. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷനുമായി ആപ്ലിക്കേഷൻ അയച്ചു പേയ്മെന്റ് നടത്തുമ്പോഴായി അത് കഴിഞ്ഞിട്ടാണ് അവർ ആ ഒരു ആപ്ലിക്കേഷൻ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. ആ നാം ഓഫീസേഴ്സ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം സൂക്ഷ്മ പരിശോധന നടത്തുകയും അത് പൂർണ്ണമായിട്ടുള്ളവയാണോ, എല്ലാ കാര്യങ്ങളും അതിൽ പൂർണ്ണമായിട്ട് എല്ലാ ഫോംസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവർ പരിശോധിക്കും. ഹോസ്പിറ്റൽ മേ കറസ്പോണ്ട് ടു നാം വയ writing in the remarks column of the online portal of the hospital. ഇവിടെ ഹോസ്പിറ്റൽസ് ഈ നാവുമായിട്ട് എന്തെങ്കിലും കത്തിടപാടുകൾ നടത്തണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അതിനകത്ത് റിമാർക്സ് കോളം എന്ന് പറയുന്നത് ഈ ഒരു ഓൺലൈൻ പോർട്ടലില് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പോർട്ടലിൽ റിമാർക്സ് കോളം ഉണ്ട്. ആ ഒരു റിമാർക്സ് കോളത്തിലൂടെ അവർക്ക് മെസ്സേജുകൾ അയച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ്. എപ്പോഴും ഈ സ്ക്രൂട്ടിനി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ആപ്ലിക്കേഷൻ സ്ക്രൂട്ടിനൈസ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, പേയ്മെന്റ് അടിച്ച് നമുക്കൊരു റെഫറൻസ് ID കിട്ടി കഴിയുമ്പോഴാണ് അവർ ആ ഒരു നാബ് ഓഫീസേഴ്സ് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂർണ്ണമായിട്ട് പരിശോധിക്കുന്നത്. അത് പൂർണ്ണമാണോ, ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും
ഡേറ്റ് പോയിട്ടുണ്ടോ അത് കംപ്ലീറ്റ് ആണോ എന്നൊക്കെ അവർ പരിശോധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നാബുമായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കത്തിടപാടുകളോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ നടത്തണമെങ്കിൽ അത് ആ ഒരു ഓൺലൈൻ പോർട്ടലിലെ റിമാർക്സ് കോളത്തിലൂടെ ചെയ്യാവുന്നതാണ്. നമ്മൾ മെസ്സേജുകൾ അയക്കുന്നത് പോലെ തന്നെ റിമാർക്സ് കോളത്തിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ വരെയായി നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇനി എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് അവരോട് ചോദിക്കാനും അതുവഴി ചെയ്യാനും സാധിക്കും. ക്ലിയർ ആണോ? സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ. Okay. Then next one ആണ് notification of principal assessor and assessment team. Now the NAB shall appoint principal assessor who shall have the overall responsibility of conducting the assessment for the hospital and a team of other assessors. ഇവിടെ ഈ അടുത്ത സെക്ഷനിലേക്ക് വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ സ്വീകരിച്ചു. അതിനുശേഷം ഈ പറയുന്ന നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ സ്റ്റാൻഡേർഡ്സും അവരവിടെ പാലിക്കുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും അവർ സബ്മിറ്റ് ചെയ്തതും ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾക്ക് വിലയിരുത്തുന്നതിന് ആവശ്യമായിട്ട് ഒരു പ്രിൻസിപ്പൽ അസസറിനെ നാബ് അപ്പോയിന്റ്മെന്റ് ചെയ്യും. അതായത് അദ്ദേഹമാണ് അവിടുത്തെ ഹെഡ് എന്ന് പറയുന്ന ഒരു അസസ്മെന്റ് ടീമിന്റെ ഹെഡ്. ആ ഒരു അസസ്മെന്റ് ടീം ഉണ്ടാവും. അതിലൊരു പ്രിൻസിപ്പൽ അസസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുള്ള ഒരു വ്യക്തിയായിരിക്കും പ്രിൻസിപ്പൽ അസസർ എന്ന് പറയുന്നത്. Who shall have the overall responsibility of conducting the assessment for the hospital and team of the other assessors. അപ്പൊ ഇദ്ദേഹത്തിനായിരിക്കും, ആ ഒരു പ്രിൻസിപ്പൽ അസസറിനായിരിക്കും ആ ഒരു അസസ്മെന്റ്, ഹോസ്പിറ്റലിന്റെ അസസ്മെന്റ് നടത്തുന്നതിനും അവരുടെ ടീമിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി ഈ ഒരു പ്രിൻസിപ്പൽ അസസറിനായിരിക്കും. And he or she will calculate the adequacy of all the documents including the quality manual, policies and procedures and other departmental manuals as mandated by the standard. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പൽ അസസേഴ്സും അവരുടെ കൂടെയുള്ള ഒരു അസസ്മെന്റ് ടീമുമാണ് കൃത്യമായിട്ട് ഈ പറയുന്ന ആ ഒരു ഏത് ഹോസ്പിറ്റലാണോ അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സ്, അതായത് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി മാനുവൽസ് തയ്യാറാക്കിയിട്ടുണ്ടോ, പോളിസികൾ തയ്യാറാക്കിയിട്ടുണ്ടോ, പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ടാണോ നടപ്പിലാക്കുന്നത്, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട മാനുവൽസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അവർ തയ്യാറാക്കിയിട്ടുണ്ടോ, അത് അവർ നടപ്പിലാക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഒരു പ്രിൻസിപ്പൽ അസസറും അവരുടെ കൂടെയുള്ള ഒരു അസസ്മെന്റ് ടീമുമായിരിക്കും. അതിന് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ഈ പ്രിൻസിപ്പൽ അസസറാണ്. അത് നാബാണ്, നാബിന്റെ തന്നെ അംഗങ്ങളായിരിക്കും കേട്ടോ. നാബാണ് ആരാണ് പ്രിൻസിപ്പൽ അസസറായി വരേണ്ടത്, ആ ഒരു അസസ്മെന്റ് ടീമിൽ ആരൊക്കെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നതും അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതും നാബ് തന്നെയാണ്. ആ പ്രിൻസിപ്പൽ അസസറിനായിരിക്കും അവരുടെ ടീം മെമ്പേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള അസസ്മെന്റ് അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്താനുമുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനായിരിക്കും. അവരാണ് ആ ഒരു ഡോക്യുമെന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു അസസ്മെന്റ് നടത്തുന്നതായിരിക്കും. അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ആ ഹോസ്പിറ്റലിലെ പോളിസികൾ എങ്ങനെയാണ്, മാനുവൽ എങ്ങനെയാണ്, പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തേണ്ടതും കാൽക്കുലേറ്റ് ചെയ്യുന്നതും ആ ഒരു പ്രിൻസിപ്പൽ അസസറാണ്. അവരുടെ കൂടെയുള്ള ആ ഒരു അസസ്മെന്റ് ടീമുമായിരിക്കും. ഇത്രയും വരെ നിങ്ങൾ വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, പ്രിപ്പറേഷൻ മുതൽ ഇവിടെ വരെ. അതിനുശേഷം നമ്മളൊരു ടൈപ്സ് ആണ് പഠിക്കുന്നത്, വേറൊരു സെക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ വരെയും വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിസിറ്റ് ചോദിക്കാം.
വായിച്ചു കഴിയുന്നവരും ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. റിമാർക്സ് കോളം. റിമാർക്സ് കോളം ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പോ ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ അവരുടെ മെസ്സേജ് സർവീസുകളിലൂടെ അല്ലേ, ഓൺലൈൻ ആയിട്ട് 24 hours ഉള്ള മെസ്സേജ് സർവീസുകളിലൂടെ അല്ലേ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് അല്ലെ. അല്ലാതെ നേരിട്ട് നമ്മൾ അവിടെ കത്ത് അയക്കുകയോ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പൊ ഇമെയിലൊന്നും കാര്യങ്ങൾ കൂടുതൽ ഈ പറയുന്ന റിമാർക്സ് കോളം എന്ന് പറയുന്നത് ആ ഒരു ഓൺലൈൻ പോർട്ടലിൽ കൊടുത്തിട്ടുള്ളതാണ്. ആ ഓൺലൈൻ പോർട്ടലിൽ ആ റിമാർക്സ് കോളത്തിലൂടെ നമുക്ക് എഴുതി അവരോട് ചോദിക്കാം. അതായത് എന്ത് കാര്യങ്ങളാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനോട് അവർക്ക് ഈ ഒരു ഹോസ്പിറ്റലുകാർക്ക് ചോദിക്കാവുന്നതാണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ക്ലിയറാണോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് അസസ്മെന്റ് കണ്ടക്ടഡ് ബൈ നാബ്. നാബ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നു പറഞ്ഞു അല്ലെ. ഒരു പ്രിൻസിപ്പൽ അസസർ ഉണ്ടാവും, ഒരു ടീം ഓഫ് അസസ്മെന്റ് ടീമും ഉണ്ടാവും എന്ന് പറഞ്ഞു. അവര് അസസ്മെന്റ് നടത്തുന്നത് പല രീതിക്കാണ്. എല്ലാ സ്ഥാപനങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. ഒരു 4 ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് പല പല സിറ്റുവേഷൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എല്ലായിടത്തും ഒരേപോലെ ആവില്ല. So, now in coordination with the hospital, we choose to follow one of the following methods for conduct of the assessment based on environmental factors prevailing in the region in order to ensure business continuity in its operations without compromising on quality. But now ഈ പറയുന്ന താഴെ പറയുന്ന കുറച്ച് മെത്തേഡുകളിലൂടെയാണ് ഒരു ഹോസ്പിറ്റൽസിന് കൃത്യമായിട്ട് അസസ്മെന്റ് അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തി നൽകുന്നത്. അതിപ്പോ പല കാര്യങ്ങളെ ബേസ് ചെയ്തായിരിക്കും. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്ഥലത്തെ പാരിസ്ഥിതികപരമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ടാവാം. ഇപ്പൊ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഒരിടയ്ക്ക് കോവിഡ് കാര്യങ്ങളൊക്കെ വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ബുദ്ധിമുട്ടായി വന്നിട്ടില്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു ബിസിനസിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ ക്വാളിറ്റി. പക്ഷെ ഗുണനിലവാരത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാത്ത രീതിയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഏതെങ്കിലും അസസ്മെന്റ് മെത്തേഡുകൾ അവർ സ്വീകരിക്കുകയും അതിനനുസരിച്ച് വിലയിരുത്തൽ നടത്തുകയും ചെയ്യും. അപ്പൊ അതില് 4 തരത്തിലുള്ള അസസ്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗം ചോദിക്കാറുണ്ട്, സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അതില് ഓൺസൈറ്റ് അസസ്മെന്റ് ഓരോന്നും നമുക്ക് പഠിച്ചു പോവാം. അപ്പോഴാണ് എളുപ്പം. ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാല് ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട, പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. ഓൺസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ആ ഒരു വാക്കിൽ നിന്ന് തന്നെ അർത്ഥമാക്കുന്ന എന്താണ്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ആ ഒരു വേർഡ് കേട്ടപ്പോ? ഓൺസൈറ്റ് അസസ്മെന്റ്. ലൈവായിട്ട്, അതായത് ആ ഒരു സ്ഥലത്ത് നേരിട്ട് അവരെത്തി എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇൻ ഓൺസൈറ്റ് അസസ്മെന്റ് the assessors nominated by NAB make a visit to the HCO for a pre-defined mandate based on the bed strength of the hospital. The assessor verifies the document, facilitate and conduct interview in person at HCO. The hospital need to bear the cost of the visitors, travel and stay. So on-site assessment എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കി, സിമ്പിൾ ആക്കാൻ മനസ്സിലാക്കിയിരിക്കുക. ഓൺ-സൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ നാമ് നോമിനേറ്റ് ചെയ്യുന്ന അസസ്മെന്റ് ടീമുകൾ എന്ത് ചെയ്യും? നേരിട്ട് ഓൾറെഡി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ദിവസം ആ അസസ്മെന്റ് ടീമിനും ആ ഹോസ്പിറ്റലുകൾക്കും ഒരുമിച്ച് അവർ ആലോചിച്ച് ഓക്കെ ആവുന്ന ഒരു ദിവസം അവർ ഫിക്സ് ചെയ്യും, അസസ്മെന്റിന് വേണ്ടി ഫിക്സ് ചെയ്യും. ആ ദിവസം ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് നാബ് നിർദ്ദേശിച്ചിട്ടുള്ള ആ അസസ്മെന്റ് ടീം നേരിട്ട് സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്.
മനസ്സിലായോ? ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നേരിട്ട് വരും. അവരവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുമായിട്ട് ഇന്റർവ്യൂസ് നടത്തും. അപ്പൊ അതിലൂടെയൊക്കെ അവിടുത്തെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, എല്ലാ രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങളൊക്കെ അവർ പാലിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ടെത്തി വിലയിരുത്തുന്നതിനെയാണ് ഓൺ സൈറ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓൺ സൈറ്റ് അസസ്മെന്റ് മനസ്സിലായോ? ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ, അപ്പൊ മാറിപ്പോവരുത്. ആ പേര് തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഒരിക്കലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ട. ഓൺ സൈറ്റ് എന്ന് പറയുമ്പോൾ ആ സൈറ്റിലെത്തി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആ സ്ഥലത്തെത്തി അവര് അസസ്മെന്റ് നടത്തുന്നു, എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നു. ഓക്കെ, ഇനി ഇവര് വരുന്നതിന് കുറച്ച് കോസ്റ്റ് ഉണ്ടല്ലോ. ചിലപ്പോ ദൂരങ്ങളൊക്കെ വരും, ഒരുപാട് ദൂരെയാണ്, ഹോസ്പിറ്റലൊക്കെ ഒരുപാട് ഉൾപ്രദേശങ്ങളിലേക്ക് കയറിയാണ്, അല്ലെങ്കിൽ കുറച്ച് ദൂരെയാണ്, അവര് വരുന്നതിന്റെ ഒരു കോസ്റ്റ് ഉണ്ടാവില്ലേ? വെറുതെ വരാൻ പറ്റില്ലല്ലോ. അവര് ചിലപ്പോൾ അവർ ഏത് മാർഗത്തിലൂടെയാണ് വരുന്നത്, അവര് ട്രാവൽ ചെയ്യണം. ചിലപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങൾ അവർ ചിലപ്പോൾ ഒരു ദിവസം തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഹോസ്പിറ്റലാണ് അതുമായി ബന്ധപ്പെട്ട ചിലവുകളൊക്കെ വഹിക്കേണ്ടത്. മനസ്സിലായോ? അസസേഴ്സിന്റെ ട്രാവൽ ചെയ്യുന്നത്, അവരുടെ ആ ഒരു യാത്രയും അവരുടെ താമസത്തിനുള്ള ചിലവൊക്കെ ആര് വഹിക്കണം? ആരാ വഹിക്കണ്ടേ? ആ ഹോസ്പിറ്റലുകാര് തന്നെ വഹിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓൺ സൈറ്റ് അസസ്മെന്റ് മനസ്സിലായോ? ഓക്കെ, രണ്ടാമത്തത് ഡെസ്ക് ടോപ്പ് അസസ്മെന്റ്. ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് പ്രധാനമായിട്ടും ഒരുപാട് അങ്ങനെ ചെയ്യാറില്ല. കാരണം ഈ ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നേരിട്ട് ഈ പറയുന്ന ടേം തമ്മിൽ കാണുന്നില്ല. നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു, അവിടെ ആ ഒരു നാബ് ഫിക്സ് ചെയ്തിട്ടുള്ള അസസേഴ്സ് അല്ലെങ്കിൽ അസസ്മെന്റ് ടീമുകൾ എന്ത് ചെയ്യുന്നു, അത് വിലയിരുത്തുന്നു. അത് ഓക്കെ ആണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ തുടർ നടപടികളിലേക്ക് കടക്കാനായിട്ട് പറയും. മനസ്സിലായോ? ഡെസ്ക് ടോപ്പ് അസസ്മെന്റിൽ ഒരിക്കലും ഇവർ തമ്മിൽ നേരിട്ട് വരുന്നില്ല, നേരിട്ട് കാണുന്നുമില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ 2-3 സിറ്റുവേഷനിലാണ് ഈ ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ കോവിഡ് കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് ഇത് കൂടുതലും ഇവര് ഈ ഒരു മെയിൻ ആയിട്ട് ഈ ഒരു അസസ്മെന്റ് വേണ്ടി ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്തത്. കാരണം ആ സമയത്ത് നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് നമുക്ക് നേരിട്ട് വന്ന് ഇന്റർവ്യൂ നടത്തിയോ നേരിട്ട് വന്ന് വിലയിരുത്തൽ നടത്താനോ ഒക്കെ പറ്റാത്തൊരു സമയത്ത് അവർ ഡെസ്ക് ടോപ്പ് അസസ്മെന്റിനെയാണ് ആശ്രയിച്ചിരുന്നത്. അപ്പൊ ആ സമയത്ത് ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുനഃ പരിശോധിക്കുമല്ലോ, റീ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനിടയിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒക്കെ വിലയിരുത്തണമെങ്കിൽ അവിടെയും നമ്മൾ ഈ ഒരു ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് ആണ് നിർദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് ഇത്രേ മാത്രമേ ഉള്ളൂ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ will submit information and documents as per the checklist which is based on applicable standards for hospitals and the same shall be reviewed by NAB assessors. ഇതിലെ ഇത്ര മാത്രം ഉള്ളൂ. അതായത് നമ്മുടെ അസസ്മെന്റ് ടീമിലേക്ക് ഈ ഒരു അസസ്മെന്റ് ടീമിനോട് നമ്മൾ ആ ഒരു നാബിന്റെ വെബ്സൈറ്റിലേക്ക് ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, അവര് പറഞ്ഞിരിക്കുന്ന ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമാറ്റില് കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സെയിം സാധനങ്ങള് നാബ് നിർദ്ദേശിച്ചിട്ടുള്ള അസസേഴ്സ് എന്ത് ചെയ്യുന്നു, വിലയിരുത്തൽ നടത്തുകയും ഡിസിഷൻ ഓൺ കണ്ടിന്യൂവേഷൻ ഓഫ് അക്രഡിറ്റേഷൻ, അതാണ് അക്രഡിറ്റേഷൻ തുടരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന്റെ ആ ഒരു തീരുമാനം ആരെ ബേസ് ചെയ്തിട്ടായിരിക്കും, ബേസ്ഡ് അപ്പോൺ ദ റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദ അസസർ. ഇത് വിലയിരുത്തിയ അസസേഴ്സിന്റെ വിലയിരുത്തിയ മൂല്യനിർണ്ണയം നടത്തിയ വ്യക്തികളുടെ ശുപാർശ പ്രകാരമായിരിക്കും ഇവർക്ക് അക്രഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. 2 സിറ്റുവേഷൻസിലാണ് പ്രധാനമായിട്ട് ഇത് വരുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഓൾറെഡി അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ ചിലപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഈ നാബ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് 1 വർഷം അക്രഡിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരിഞ്ഞു നോക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ എന്ത് ചെയ്യും, അസസ്മെന്റ് നടത്താൻ പോകും. അപ്പൊ അങ്ങനെ അസസ്മെന്റ് നടത്തുമ്പോൾ ചില സമയം നമുക്ക് ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒക്കെയാണ് വിലയിരുത്തേണ്ടതെങ്കിൽ അത് നമ്മുടെ ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് വഴിയാ ചെയ്യാം. നേരിട്ട് ചിലപ്പോൾ അവിടെ നേരിട്ട് ചെല്ലണമെന്നില്ല, മറിച്ച് ആ ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്ന ഡിഫൈൻഡ് ഫോർമാറ്റിലാക്കിയിട്ട് അവർ ആ ഒരു ചെക്ക് ലിസ്റ്റ് പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണോ അവരോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് അവർ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യും. അവരവിടെ ഇരുന്നുകൊണ്ട് അസസ്മെന്റ് ടീം എന്ത് ചെയ്യും,
അത് കൃത്യമായിട്ട് വിലയിരുത്തുകയും ആ ഒരു അക്രഡിറ്റേഷന് കണ്ടിന്യൂവേഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് ആ ഒരു അസസ്മെന്റ് ടീം അല്ലെങ്കിൽ ആ അസസേഴ്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ രണ്ടാമതൊരു കാര്യം, ഒരു കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നേരിട്ട് വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഈ ഒരു ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് അവര് ചെയ്തിരുന്നു. ക്ലിയർ ആണോ? ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് മനസ്സിലായോ? ഓക്കെ. മൂന്നാമത്തത് റിമോട്ട് അസസ്മെന്റ്. റിമോട്ട് അസസ്മെന്റിൽ ഇത്രയേ ഉള്ളൂ. റിമോട്ട് അസസ്മെന്റ് മറ്റൊന്നുമല്ല, റിമോട്ട് അവർ ഏതെങ്കിലും ഒരു വിദൂര സ്ഥലത്തായിരിക്കും. അപ്പൊ ആ ഒരു വിദൂര സ്ഥലത്ത് നിന്ന് വിർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ അസസ്മെന്റ് നടത്തുന്നത് അല്ലേ? നമുക്കിപ്പോ ഒരുപാട് ഓൺലൈൻ വീഡിയോ കോളുകളിലൂടെയൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വിദൂര സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമുകളിലൂടെ അസസ്മെന്റ് നടത്തുന്നതിനെയാണ് റിമോട്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. മറ്റത് എന്താണ്? ഡെസ്ക്ടോപ്പ് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഡെസ്ക്ടോപ്പിൽ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നു, അവരത് പരിശോധിക്കുന്നു, ഓക്കെ ആണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരത് ഓക്കെ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നടക്കുന്നു. റിമോട്ട് അസസ്മെന്റ് വരുമ്പോൾ നേരിട്ട് കാണുന്നുണ്ട്, നേരിട്ട് അവിടെ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഓൺലൈൻ ആയിട്ട് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ വീഡിയോ കോളുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള വെർച്വൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിദൂര സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അവർ അസസ്മെന്റ് നടത്തുന്നതിനെയാണ് റിമോട്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. In this type of assessment, the assessor does not go to the HCO in person, but conduct the entire assessment from a remote location through the use of virtual platform. ഒരു virtual platform ഉപയോഗിക്കുന്നത് അറിയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് അത് റിമോട്ട് അസസ്മെന്റ് ആണ് കേട്ടോ. ഒരു വിദൂര സ്ഥലത്തിരുന്നുകൊണ്ട് ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ അവിടെ അസസ്മെന്റ് ടീം ആരും പോകുന്നില്ല, മറിച്ച് അവര് വിദൂര സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു റിമോട്ട് ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് അവർ വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള വീഡിയോ കോളുകളിലൂടെയൊക്കെ അവരെന്ത് ചെയ്യുന്നു? ആ ഒരു ഹോസ്പിറ്റലിലെ പല കാര്യങ്ങളും അസസ്മെന്റ് നടത്താൻ, വിലയിരുത്തൽ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തൽ നടത്തുന്നതിനെയാണ് റിമോട്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ നീഡ് ടു പ്രൊവൈഡ് ദ ഓൺലൈൻ പ്ലാറ്റ്ഫോം. There are nominal overhead charges for hospital which they need to pay. ഹോസ്പിറ്റൽ തന്നെയാണ് ഏത് തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ചൂസ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടി. അപ്പൊ ഹോസ്പിറ്റൽ തന്നെയാണ് അത് പ്രൊവൈഡ് ചെയ്യേണ്ടതും ചൂസ് ചെയ്യേണ്ടതും. അതിനനുസരിച്ച് ചെറിയൊരു നാമമാത്രമായിട്ടുള്ള ഒരു ചാർജ് അവർക്ക് ഇതിനു വേണ്ടിയിട്ട് പേ ചെയ്യണം, ലാബിന് വേണ്ടി പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതവര് ചെറിയ രീതിയിലുള്ള ഒരു പേയ്മെന്റ് ഉണ്ടാവും. റിമോട്ട് അസസ്മെന്റ് ആണെങ്കിൽ അത് അവര് കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. മനസ്സിലായോ റിമോട്ട് അസസ്മെന്റ് എന്താന്ന്? ക്ലിയർ ആണോ? ഓക്കെ. ലാസ്റ്റ് വൺ ആണ് ഹൈബ്രിഡ് അസസ്മെന്റ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഇത് കോമ്പിനേഷൻ ആണ്. എന്തിനൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും? ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റിൽ ഒരു അസസർ നേരിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? ആ ടീം മുഴുവൻ വരില്ല, ഒരാള് നേരിട്ട് വരും. One assessor may be physically present in the HCO during the audit. ആ ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ഒരു ആള്, ഒരു ടീമിലെ ഒരു അസസർ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ പ്രസന്റ് ആയിരിക്കും. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും? വിദൂര സ്ഥലത്ത് നിന്ന് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും അസസ്മെന്റ് നടത്തുക. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടെണ്ണത്തിന്റെ കോമ്പിനേഷനാ. എന്തിനൊക്കെ കോമ്പിനേഷനാ എന്ന് പറയാമോ? പഠിച്ച ടൈപ്പില് എന്തിനൊക്കെ കോമ്പിനേഷൻ ആണ് ഇപ്പൊ ഇത്? ഒരാൾ നേരിട്ട് വരുന്നുണ്ട്. നേരിട്ട് വരുന്നത് ഏതിലാണ് നമ്മൾ പറഞ്ഞേ? നേരിട്ട് വരുന്നത് ഓൺ സൈറ്റ് അസസ്മെന്റ് അല്ലെ? ഓൺ സൈറ്റ് അസസ്മെന്റിന്റെയും റിമോട്ട് അസസ്മെന്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് കേട്ടത്. അപ്പൊ ഇവിടെ ഹൈബ്രിഡ് അസസ്മെന്റിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ അവർ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് ഒരു അസസർ നേരിട്ട് പ്രസന്റ് ഫിസിക്കലി അവിടെ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള അസസേഴ്സ് വിൽ ഡൂയിങ് ദ ഓഡിറ്റ്. അവർ ആ ഒരു അസസ്മെന്റ് നടത്തുന്നത് ഒരു റിമോട്ട് ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് വിർച്വൽ പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടു കൂടിയായിരിക്കും. ക്ലിയർ ആണോ? 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ 4 എണ്ണം വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Okay, thank you.